ഓർമ്മയില്ലേ കഴിഞ്ഞ വർഷം, അതായത് 2025 ജൂലൈ മാസത്തിൻ്റെ അവസാന ആഴ്ചകൾ കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് അക്ഷരാർത്ഥത്തിൽ ഒരു ഭൂകമ്പം തന്നെ സംഭവിച്ച ദിവസങ്ങളായിരുന്നു അത്. മലയാള വാർത്താ മാധ്യമ രംഗത്തെ അനിഷേധ്യ രാജാക്കന്മാരായി തല ഉയർത്തി നിന്നിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് താഴേക്ക് വീണ മാസമായിരുന്നു 2025 ജൂലൈ. ബാർക്ക് റേറ്റിംഗ് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഏഷ്യാനെറ്റിനെ പിന്തള്ളി റിപ്പോർട്ടർ TV ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയ മാസം. വെറുമൊരു റേറ്റിംഗ് മാത്രമായിരുന്നില്ല അത്, അതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. BJP അനുഭാവികളുടെയും കോൺഗ്രസ് അനുഭാവികളുടെയും വലിയൊരു ശതമാനം പിന്തുണ ഏഷ്യാനെറ്റ് ന്യൂസിന് പിന്നിൽ ഉറച്ചു നിന്ന കാലം. അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒത്തൊരുമയുള്ള പിന്തുണയെയാണ് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകളുടെ ഒറ്റ പിന്തുണ കൊണ്ട് റിപ്പോർട്ടർ TV മറികടന്നത്. ഒരു മലയാളം മാധ്യമം തങ്ങളെ പിന്തള്ളി ഒന്നാമതെത്തി എന്നതിനേക്കാൾ അന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മാനേജ്മെൻറ്റിനെ ഭയപ്പെടുത്തിയത് മറ്റൊരു കാര്യമായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം. കോൺഗ്രസും BJPയും ഒരുമിച്ച് പിന്തുണ നൽകിയിട്ടും റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ആ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ റിപ്പോർട്ടർ TVയുടെ സ്ക്രീനുകളിൽ മാത്രമായിരുന്നു. അതെ, അതിന് പ്രധാനമായും ഒരു കാരണമുണ്ടായിരുന്നു. കേരളം കണ്ട എക്കാലത്തെയും വലിയ ജനകീയനായ നേതാവ് VS അച്യുതാനന്ദൻ എന്ന ഇതിഹാസം വിടവാങ്ങിയ സമയം കൂടിയായിരുന്നു അത്. കേരളത്തിൻ്റെ സമരനായകൻ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ജീവിക്കുന്ന ഇതിഹാസമായിരുന്ന VS അച്യുതാനന്ദൻ്റെ ഭൗതിക ദേഹവും വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്നും ആരംഭിക്കുകയാണ്. പുന്നപ്ര വയലാറിൻ്റെ ഇതിഹാസ ഭൂമികയായ ആലപ്പുഴയിലേക്ക്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ നീണ്ട ആ അന്ത്യയാത്രയുടെ ഓരോ നിമിഷവും ഒരു തരിമ്പ് പോലും ചോർന്നു പോകാതെ റിപ്പോർട്ടർ TV തങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. കൂടെ ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു ഗാനവും. സഹനം സമരം കനൽ ജ്വാല തെളിയുന്ന വഴികൾ പറയും നായകൻ നീ, രുതിരം പടരും ഉന്നപ്രവയലാറിൻ കണ്ടായി കരളായി നിറയുന്നു നീ, നെടുനായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി, തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസ്സിലമരനിവനായി. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് 1.5 ദിവസത്തോളം ആ ദൃശ്യങ്ങൾ ടെലിവിഷന് മുന്നിലിരുന്ന് വിതുമ്പലോടെ വീക്ഷിച്ചത്. ചുവന്ന കൊടി പുതപ്പിച്ച് പൂക്കളാൽ മൂടിയ ആ ഇതിഹാസത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ റോഡിന് ഇരുവശവും തടിച്ചുകൂടിയ ജനസാഗരം. കേരളത്തിലെ 2 പ്രബല രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു വലിയ TV ചാനലിനെ VS എന്ന ഒരൊറ്റ മനുഷ്യൻ്റെ ഓർമ്മകൾ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് അന്ന് കേരളം കണ്ടത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അന്ത്യയാത്ര എങ്ങനെയായിരിക്കണമെന്ന് കാലം അടയാളപ്പെടുത്തിയ ദിവസങ്ങൾ. ആ ഒരൊറ്റ യാത്രയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ തലവര മാറ്റി എഴുതിയതും അവരെ റേറ്റിംഗിൽ ഒന്നാമതെത്തിച്ചതും. കാലം അതിവേഗം മുന്നോട്ട് കുതിച്ചു. കേരളം കണ്ട ഏറ്റവും ജനകീയനായ ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് വിടവാങ്ങിയിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. കേരളവും ഇടതുപക്ഷ പ്രസ്ഥാനവും ആ ജനനായകൻ്റെ 1ാം വാർഷികം അത്യന്തം വൈകാരികമായാണ് ആചരിക്കുന്നത്. പുന്നപ്രയിലെ ആ സ്മൃതി കുടീരത്തിൽ ചുവന്ന പുഷ്പചക്രങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ കേരളത്തിലെ ഓരോ സാധാരണക്കാരൻ്റെയും മനസ്സിൽ ആ പഴയ മുരളനക്കം വീണ്ടും മുഴങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ വാർഷിക ദിനത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഇടനാഴികളിൽ വലിയൊരു ചർച്ചയായി മാറിയത് മറ്റൊരു കാര്യമാണ്. അധികാരത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തന്നെ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ട് CPM വിട്ട് കോൺഗ്രസിൽ ചേർന്ന ഒരു വനിതാ നേതാവിനെ പൊട്ടിക്കരയിച്ച ഒരു ചിത്രം. അതായിരുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ വാർത്ത. ആ വനിതാ നേതാവ് മറ്റാരുമായിരുന്നില്ല, കൊട്ടാരക്കരയിലെ മുൻ MLA അഡ്വക്കേറ്റ് ഐഷ പോറ്റി. അവർക്ക് വളരെയേറെ മാനസിക വിഷമമുണ്ടാക്കിയ, അവരുടെ ഉറക്കം കെടുത്തിയ ആ ചിത്രം പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിറയാൻ കാരണമെന്താണ്? അവിടെയും നിയോഗം പോലെ കടന്നു വന്നത് റിപ്പോർട്ടർ TV തന്നെയായിരുന്നു. VS അച്യുതാനന്ദൻ്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് റിപ്പോർട്ടർ ചാനൽ ഒരു പ്രത്യേക അഭിമുഖം സംപ്രേഷണം ചെയ്തു. മുൻ പീരുമേട് MLAയും പ്രമുഖ CPI നേതാവുമായ ES ബിജിമോളുടെ അഭിമുഖം. VS എന്ന മനുഷ്യൻ തങ്ങളെപ്പോലുള്ള വനിതാ നേതാക്കളെ എത്രമാത്രം കരുതലോടെയാണ് കണ്ടിരുന്നത് എന്ന് ബിജിമോൾ ആ അഭിമുഖത്തിൽ വാചാലയായി. പെമ്പിള ഒരുമൈ സമരത്തിലേക്ക് കടന്നു ചെല്ലാൻ VS കാണിച്ച ആർജവവും കണ്ണീർ വാതകം പൊട്ടിയ നിയമസഭാ സമരമുഖത്ത് അദ്ദേഹം കാണിച്ച മനസാന്നിധ്യവുമൊക്കെ ബിജിമോൾ ഓർത്തെടുത്തു. എന്നാൽ ആ അഭിമുഖം കേരളത്തിൽ വൈറലായത് ബിജിമോൾ പറഞ്ഞ മറ്റൊരു കാര്യം കൊണ്ടാണ്.
പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് വി എസിനൊപ്പം ഗവർണറെ കാണാൻ പോയ ഒരു ചിത്രത്തെക്കുറിച്ച് ബിജിമോൾ വാചാലയായി. ഞങ്ങൾ ഗവർണറെ കാണാൻ പോയ ഒരു ഫോട്ടോ എന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. എന്നും അത് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു ക്യാപ്ഷനുണ്ട്. മമ്മൂട്ടിയുടെ സിനിമയിലെ ഒരു ക്യാപ്ഷൻ വെച്ചിട്ടാണ് ആ പടം അവർ കൊടുത്തിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വി എസ് എന്ന് പറയുന്നത് വേറെ വാക്കുകളൊന്നുമില്ല. ഹിറ്റ്ലർ, മാധവൻകുട്ടിയും പെങ്ങന്മാരും. അന്ന് ആ ഫോട്ടോയ്ക്ക് സോഷ്യൽ മീഡിയ നൽകിയ ക്യാപ്ഷൻ അതായിരുന്നു. ആ വാക്കുകൾ കേട്ടയുടനെ രാഷ്ട്രീയ കേരളം വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചു. അതെ, ആ ചിത്രം വീണ്ടും സോഷ്യൽ മീഡിയയുടെ ടൈം ലൈനുകളിൽ നിറഞ്ഞു തുടങ്ങി. എന്തായിരുന്നു ആ ചിത്രം? നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഗവർണറെ കാണാൻ ലോക്ഭവനിലേക്ക് പോയ ശേഷം തിരികെ മടങ്ങുന്ന വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് തൊട്ടു പിന്നിലായി അദ്ദേഹത്തിൻ്റെ സ്വന്തം പെങ്ങന്മാരെ പോലെ ഒരു കരുതലിൻ്റെ തണലിൽ എന്ന പോലെ നടന്നു നീങ്ങുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖ വനിതാ MLA മാർ. ആ ഫ്രെയിമിൽ വി എസിനൊപ്പം ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു? CPIയുടെ തീപ്പൊരി നേതാവായിരുന്ന ES ബിജിമോൾ, കുറ്റ്യാടിയുടെ സ്വന്തം KK ലതിക, അന്ന് കോഴിക്കോട് നിന്നുള്ള പ്രമുഖ നേതാവ് PK സൈനബ, കോവളം MLA ആയിരുന്ന ജമീല പ്രകാശം, പിന്നെ സാക്ഷാൽ ഐഷ പോറ്റിയും. അതെ, ഐഷ പോറ്റി. കൊട്ടാരക്കര എന്ന R ബാലകൃഷ്ണപിള്ളയുടെ ഉരുക്കുകോട്ട തകർക്കാൻ സാക്ഷാൽ VS അച്യുതാനന്ദൻ നേരിട്ടിറങ്ങി വിയർപ്പൊഴുക്കി വിജയിപ്പിച്ചെടുത്ത അതേ ഐഷ പോറ്റി. ആ ചിത്രത്തിൽ VSൻ്റെ തൊട്ടു പിന്നിലായി വളരെ അഭിമാനത്തോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു കരുത്തുറ്റ പോരാളിയായി അവർ നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു. ഹിറ്റ്ലർ, മാധവൻകുട്ടിയെപ്പോലെ ഗൗരവക്കാരനായ VSൻ്റെ സ്വന്തം അനുജത്തിയെപ്പോലെ. എന്നാൽ ഇന്നത്തെ ഐഷ പോറ്റിയുടെ അവസ്ഥ എന്താണ്? അധികാരത്തോടുള്ള അടങ്ങാത്ത മോഹം മനുഷ്യനെ എത്രത്തോളം അന്ധരാക്കുമെന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഇന്നവർ. തന്നെ 3 തവണ MLA ആക്കിയ, കൊട്ടാരക്കരയുടെ ജനനായികയാക്കി മാറ്റിയ സ്വന്തം പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അവർ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. കേവലം ഒരു MLA സീറ്റിനു വേണ്ടി, അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി അവർ കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറി. കമ്മ്യൂണിസ്റ്റ് പതാക പിടിച്ച കൈകൾ കൊണ്ട് അവർക്ക് ഖാദി ഷാൾ അണിയേണ്ടി വന്നു. അതിൻ്റെ ഫലമോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറികളിലൊന്നായിരുന്നു. സംസ്ഥാനമൊട്ടാകെ വമ്പൻ UDF തരംഗം ആഞ്ഞടിച്ചു. കേരളത്തിൽ UDF വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. എന്നാൽ ഇത്രയും വലിയൊരു UDF തരംഗം ഉണ്ടായിട്ട് പോലും കൊട്ടാരക്കരയിൽ സംഭവിച്ചതെന്താണ്? UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഐഷ പോറ്റി അവിടെ തകർന്നു തരിപ്പണമായി. തങ്ങളെ വഞ്ചിച്ച പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത അവരെ കൊട്ടാരക്കരയിലെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും വേണ്ടായിരുന്നു. UDF തരംഗത്തിൽ കേരളം മുഴുവൻ കോൺഗ്രസ് ജയിച്ചു കയറിയപ്പോൾ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് ലഭിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. എല്ലാം നഷ്ടപ്പെട്ട് അധികാരവുമില്ലാതെ സ്വന്തം പ്രസ്ഥാനവുമില്ലാതെ അവർ ഒരു വശത്തേക്ക് ഒതുക്കപ്പെട്ടു. VSൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ ബിജിമോളുടെ അഭിമുഖം പുറത്തു വന്നതിനു പിന്നാലെ ആ പഴയ ചിത്രം സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു. ഒരു കാലത്ത് VSൻ്റെ വിശ്വസ്തയായി ഇടതുപക്ഷത്തിൻ്റെ കരുത്തുറ്റ പെൻ ശബ്ദമായി തല ഉയർത്തി നിന്ന സ്വന്തം ചിത്രം. കൊട്ടാരക്കരയിൽ നിന്നുള്ള രഹസ്യവിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ആ ചിത്രം ഐഷ പോറ്റിയുടെ മനസ്സിനെ പിടിച്ചുലച്ചു കളഞ്ഞു എന്നാണ്. ഇന്നലെ മുതൽ ഐഷ പോറ്റിയുടെ വീടിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണെന്നും വാർത്തകൾ പറയുന്നു. റിപ്പോർട്ടർ ചാനലിലെ ആ അഭിമുഖം കണ്ടതിന് ശേഷം താൻ കൂടി ഉൾപ്പെട്ട ആ പഴയ ഫോട്ടോ ടെലിവിഷൻ സ്ക്രീനിൽ മിന്നിമറയുന്നത് കണ്ടതിന് ശേഷം അവർ മാനസികമായി ആകെ തകർന്നു പോയിരുന്നു. ഒരിക്കൽ VS എന്ന മഹാമേരുവിൻ്റെ തണലിൽ നാടിൻ്റെ നായികയായി നടന്ന താൻ ഇന്ന് അധികാരമോഹം മൂത്ത് എല്ലാം നഷ്ടപ്പെട്ട് ജനങ്ങളാൽ വെറുക്കപ്പെട്ട് ഒഴിഞ്ഞ ഒരു കോണിലിരിക്കുന്നു. ആ ചിത്രത്തിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്ന ബിജിമോളും ലതികയും സൈനബയും ഒക്കെ ഇന്നും അവരുടെ പ്രസ്ഥാനത്തിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുമ്പോൾ തനിക്ക് മാത്രം എന്തു പറ്റി എന്ന ചോദ്യം ഒരുപക്ഷെ അവരെ വേട്ടയാടുന്നുണ്ടാകണം. ആ ഫോട്ടോയിലെ VSൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവർക്കിന്ന് കഴിയില്ല. കാരണം ആ കണ്ണുകളിലെ സത്യസന്ധതയെയാണ് അവർ വഞ്ചിച്ചത്. ബിജിമോൾ പങ്കുവച്ച ഓർമ്മകളും അതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പ്രചരിപ്പിക്കുന്ന ആ ചിത്രവും ഐഷ പോറ്റിയെ വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട്. പൊട്ടിക്കരയുന്നില്ല എന്നേയുള്ളൂ. അതെ, കാലം അങ്ങനെയാണ്. ചരിത്രം ചിലർക്ക് മാപ്പ് കൊടുക്കില്ല. VS എന്ന മനുഷ്യൻ മണ്ണടിഞ്ഞാലും കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ ഒരു അഗ്നിയായി എരിഞ്ഞു നിൽക്കുമ്പോൾ അധികാരത്തിനു വേണ്ടി കൊടി മാറിയവർ സ്വന്തം ഓർമ്മകളെ ഭയന്ന് ശിഷ്ടകാലം ജീവിക്കേണ്ടി വരും. ഇതൊരു കാവ്യനീതിയാണ്. രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ കാവ്യനീതി.